ഇപ്പോഴേ നിങ്ങൾ നല്ലൊരു ആശാൻ്റെ ശിക്ഷണമില്ലാതെ നിങ്ങളുടെ ആസ്വാദനം വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് ഒരാൾ പഠിക്കുന്ന ഒരാളെ പോലെ തന്നെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി പഠിത്തത്തിലും ഈ പറയുന്ന കലയിലും ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. വേറെ ഒന്നിലും ശ്രദ്ധിക്കരുത്, പഠിത്തവും ഈ കലയും ആയിരിക്കണം. വേറുള്ള ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളോട് നിങ്ങൾ വളരാനോ അതിലേക്ക് പോകാനോ തയ്യാറാകരുത്. നമസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്പാർട്ടൻ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ വെൺമണി എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്ത് അച്ചൻകോളാണ്ട് തീരത്ത് കിഴക്കേ തുരുത്തിൽ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. അവിടെ നമ്മൾ കുറച്ച് കൊച്ചു കൂട്ടുകാർ നമ്മളെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇവർ ചെണ്ട എന്ന് പറയുന്ന ഉപകരണമില്ലാതെ കുറച്ച് കുപ്പിയും പെയിൻറ്റ് പാട്ടയൊക്കെ ഉപയോഗിച്ച് നല്ല അതിമനോഹരമായിട്ട് ഒരു പ്രൊഫഷണൽസ് വായിക്കുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ട് ചെണ്ട മേളം നടത്തുകയാണ്. നമുക്ക് ആ മേളം ഒന്ന് പരിചയപ്പെടാം. മോൻ്റെ പേരെന്തായിരുന്നു? അഭിനവ്. മോൻ്റെ പേര് അഭിഷേക്. മോൻ്റെ പേര് അർജുന്, അതുൽ. അങ്ങനെ പറയുന്ന 4 ചെറുപ്പക്കാരായിട്ടുള്ള വളർന്നു വരുന്ന തലമുറയാണ്. അവരുടെ ഒരു പഞ്ചവാദ്യം നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് നിങ്ങൾ പറയാൻ വിലയിരുത്തണം. നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം മക്കളെ ഒന്ന് വായിച്ചു നോക്കി കേൾക്കാം. കണ്ടില്ല, നമ്മുടെ പ്രേക്ഷകരെ കണ്ടില്ല, അതിമനോഹരമായിട്ടത് വായിക്കുന്നത്. വായിച്ചു അപ്പം അഭിനവ് ഇല്ലേ? അഭിനവ്, മോന് ചെണ്ടമേളം പഠിക്കാൻ താല്പര്യമുണ്ടോ? മോനുണ്ട്. മോനോ ഉണ്ട്. തായമ്പകയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടല്ലേ? അപ്പം ഒറിജിനൽ ചെണ്ടയൊക്കെ മേടിച്ച് വായിക്കണ്ടേ? ഇതൊക്കെ താല്പര്യമുണ്ടല്ലേ? അപ്പം മേളമൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല പേരുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായി തീരണം കേട്ടോ. അപ്പം മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. വെരി ഗുഡ്, ഗംഭീരമായിട്ട് വായിച്ചിട്ടുണ്ട്. മോനോ? 4ാം ക്ലാസ്സിലെ. വെരി ഗുഡ്, അടിപൊളിയായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ. മോനോ? 2ാം ക്ലാസ്സിലെ. മോൻ വായിച്ച 10ാം ക്ലാസ്സിൻ്റെ വാലയെ വായിച്ചേക്കുന്നത്. മോനോ? 4ാം ക്ലാസ്സിൽ. മോനും ഗംഭീര കിടുക്കാച്ചി. എല്ലാവരും തകർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അപ്പം വീട്ടിലെ അറിയാവോ? ചെണ്ടമേളമൊക്കെ പഠിക്കുന്നതായിട്ട് അറിയാവോ? അല്ലെ ഇതൊക്കെ വായിക്കുന്നതായിട്ട് അറിയാവോ? വീട്ടിലെല്ലാവർക്കും അറിയാവോ? അച്ഛനൊക്കെ പറയോ ചെണ്ട പഠിപ്പിക്കാന്നൊക്കെ പറയുമോ? പഠിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നില്ല, പഠിക്കാൻ പോകണം. പോകുന്നുണ്ട്. അവധിക്ക് പോവാ അല്ലേ? തുടങ്ങാൻ പോവുകയാണല്ലേ? ചിലപ്പോഴേ മോനെ വിടത്തുള്ളൂ. അത് അച്ഛനോട് പറയണം കേട്ടോ. മോനെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആളാണ്. മോൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അച്ഛനെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ വേണ്ടാന്ന് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും പറയുക, എല്ലാവരും 4 പേരും ഒന്നിച്ചൊന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ, ഗംഭീരമായിട്ട്. അപ്പോൾ ചെണ്ടയൊക്കെ ആയാലും മേടിച്ച് തന്നാൽ വാങ്ങുമോ? അപ്പം നമ്മുടെ ഈ പ്രേക്ഷകരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് പലരും. അപ്പം ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെണ്ടയൊക്കെ മേടിച്ചാൽ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി തരട്ടെ കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ നല്ലൊരു ആശാൻ്റെ ശിക്ഷണമില്ലാതെ നിങ്ങളുടെ
ആസ്വാദനം വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് ഒരാൾ പഠിക്കുന്ന ഒരാളെ പോലെ തന്നെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി പഠിത്തത്തിലും ഈ പറയുന്ന കലയിലുമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. വേറെ ഒന്നിലും ശ്രദ്ധിക്കരുത്. പഠിത്തവും ഈ കലയുമായിരിക്കണം. വേറുള്ള ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളോട് നിങ്ങൾ വളരാനോ അതിലേക്ക് പോകാനോ തയ്യാറാകരുത്. കേട്ടോ, നല്ലൊരു തലമുറയായിട്ട് വളർന്നു വരണം. നിങ്ങളുടെ തലമുറയും നല്ലൊരു തലമുറയായിട്ട് തന്നെ വരണം. കേട്ടോ, ഓക്കെ, വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുകൂട്ട് തന്നെ ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നും ഇതിലൊരു നാണക്കേടൊന്നും വിചാരിക്കരുത്. കല ഒരിക്കലും നാണക്കേടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഗംഭീരമായിട്ട് ഇതൊക്കെ വായിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ കേട്ടോ പഠിച്ച് നല്ല ഒരു മിടുക്കരായിട്ട് വരണം. നല്ല പേരുള്ള പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരായി തീരട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ആശംസ തരുന്നു കേട്ടോ. എല്ലാവരും മിടുക്കരായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നിങ്ങളുടെ വായന എല്ലാം അതിമനോഹരമായിട്ടുണ്ട്. ഒരു രണ്ട് വരിയും കൂടെ ഒന്ന് വായിച്ചേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മുടെ വെൺമണിയിൽ കണ്ട ഒരു കലാവിരുന്നാണ്, നമ്മുടെ യാത്രയിൽ കണ്ട ഒരു കലാവിരുന്നാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് നമ്മുടെ ഈ കലാവിരുന്ന് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരന്മാരുടെ കലാവിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.